രാവിലെ ദീർഘദൂര യാത്രകൾക്ക് ആശ്രയിക്കുന്ന KSRTC സ്വിഫ്റ്റ് ബസ്സുകൾ ഇപ്പോൾ അതെല്ലാം ചേസസ് ഒക്കെ പൊട്ടി കട്ടപ്പുറത്തിരിക്കുന്ന അവസ്ഥയാണ്. നമ്മുടെ ഒരു ഗതാഗത മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു നിലപാട് എന്താണ് അതിനെക്കുറിച്ച്? അല്ല, നിലപാട് എന്താണ് എന്ന് ചോദിക്കുന്നതിന് മുമ്പിട്ട് ഈ ചേസസ് ഒക്കെ പൊട്ടി വണ്ടി റോഡിൽ കിടക്കുന്നത് കളിപ്പാട്ടമാണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്കറിയാം, ഈ കൊച്ചു പിള്ളേരൊക്കെ കളിപ്പാട്ടം വാങ്ങിച്ചു കഴിഞ്ഞാൽ വാങ്ങിച്ച് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും പൊട്ടിപ്പോവും, ഇളകിപ്പോവും, കീറിപ്പോവും. ഇത് പുതിയ വണ്ടിയാണ് വാങ്ങിക്കുന്നത്. 1 അല്ല 2 അല്ല, 7 സ്വിഫ്റ്റ് ബസ്സുകളാണ് വഴിയാധാരമായിട്ട് അവിടെ കിടക്കുന്നത്. ഇത് കുറേ കാലമായിട്ട് ആരും അറിയാതെ, പുറംലോകം അറിയിക്കാതെ അവിടെ കിടക്കുകയായിരുന്നു. കാടും മൂടി എലിയും പെരിച്ചാഴിയായിട്ട് അവിടെ കിടക്കുകയായിരുന്നു വണ്ടി. ഇതൊക്കെ ആരുടെ പൈസയാണ്? കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് വാങ്ങിക്കുന്ന പൈസ തന്നെയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതാണ് KSRTC ഇതാ പുരോഗമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ആന്റണി രാജുവിൻ്റെ കാലഘട്ടത്തിലാണ് KSRTCയിൽ ഇതേ കൂട്ട് സ്വിഫ്റ്റ് ബസ്സുകൾ വാങ്ങിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ 4 കൊല്ലമായിട്ട് 7 വണ്ടികളുടെ ചേസസുകളാണ് പൊട്ടിപ്പോകുന്നത്. ഈ ചേസസ് അല്ല, പറയുന്നതിലൊരു മര്യാദയില്ലേ? 7 വണ്ടികളുടെ ചേസസ് ഒക്കെ ഒരു വണ്ടിയുടെ ചേസസ് പൊട്ടിപ്പോവുകയാണെങ്കിൽ നമുക്ക് പറയാം അത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളായിരിക്കുമെന്ന്. ഇത് അങ്ങനെയല്ല. ഇത് വാങ്ങിച്ച് 1-2 കൊല്ലം കഴിയുമ്പോഴത്തേക്കും വണ്ടിയുടെ ചേസ് പൊട്ടിപ്പോവുകയാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ അപകടങ്ങൾ പൊട്ടിക്കഴിഞ്ഞാൽ പോലും പല വണ്ടികളുടെയും ചേസസ് പൊട്ടിപ്പോകുന്നില്ല. പക്ഷേ ഇത് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ചേസ് പൊട്ടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ അഴിമതി ഇതിൽ നടന്നിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ആണ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ അദ്ദേഹം ഓരോ പുതിയ ബസ്സുകൾ ഇറക്കുന്നു. ഇതാണ് ബസ്. അതെ, ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കുന്നുണ്ടല്ലോ. ഈ ബസ്സിന് ഇത്ര സീറ്റ് ഉണ്ട്, ഈ ബസ് ഇങ്ങനെ ഇരുന്നാൽ ഓടിക്കാം, ഇങ്ങനെ തിരിച്ചാൽ അങ്ങോട്ട് വളയും, ഇങ്ങനെ തിരിച്ചാൽ ഇങ്ങോട്ട് വളയും എന്നെല്ലാം അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇതേപോലെ വലിയൊരു അഴിമതി നടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെറിയ മിനി ബസ് എന്ന് പറഞ്ഞൊരു ബസ് ഉണ്ടായിരുന്നു. ഇന്ന് കാണാൻ കഴിയില്ല അങ്ങനെയുള്ള ബസ്സുകളൊന്നും. അത് ഇറങ്ങിയിട്ട് പിന്നെ പൊടി പോലും ഇല്ലാത്ത രീതിയിലേക്ക് ആ ബസ് പോയി. അപ്പോൾ അതിന് വലിയ അഴിമതികൾ അന്ന് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ വീണ്ടും പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ വീണ്ടും ഗതാഗത മന്ത്രിക്കെതിരെ KSRTCയിലെ പല ഉദ്യോഗസ്ഥരും ചോദിച്ചിട്ടുണ്ട്, ഇതെന്താ കളിപ്പാട്ടമാണോ ഇങ്ങനെ പൊട്ടിപ്പോകാൻ, ഇതിനെതിരെ ഒരു അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടും ആരും അറിയാതെ രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ UDF അധികാരത്തിൽ വന്നാലും LDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും KSRTCയെ ഞങ്ങൾ ഇതാ രക്ഷപ്പെടുത്താൻ പോകുന്നു. UDF പറയുന്നത് ഞങ്ങൾ സൗജന്യ യാത്ര കൊടുക്കും, സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ് KSRTC ബസ്സിൽ, KSRTC ബസ് ഞങ്ങൾ ആഗോള തലത്തിൽ ഉയർത്തുമെന്നെല്ലാം പറയുന്നുണ്ട്. LDFും പറയുന്നുണ്ട് ഞങ്ങളാണ് KSRTC ബസ്സിനെ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചത്. ആനവണ്ടി കരകയറ്റിയത് LDF സർക്കാരാണ്. ഈ കരകയറ്റിയ വണ്ടികളൊക്കെ കട്ടപ്പുറത്ത് കരയിൽ ഇരിപ്പുണ്ട് എന്നുകൂടെ സർക്കാർ ഓർക്കുന്നത് നല്ലത്. മറ്റൊരു സത്യം, ഇലക്ഷൻ ആയതുകൊണ്ട് ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചിരുന്നതാണ്. ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോ കാര്യങ്ങളായിട്ട് പുറത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടില്ലേ. ഇപ്പോൾ ഈ ബസ്സുകളുടെ കാര്യമാണെങ്കിൽ പോലും 7 ബസ്സുകളാണ് 4 കൊല്ലത്തിനിടെ ചേസസ് പൊട്ടി വഴിയാധാരമായിട്ട് കട്ടപ്പുറത്ത് അവിടെ കിടക്കുന്നത്. വണ്ടി പണിയാനാണെങ്കിൽ ആരുമില്ല. അതാണ് KSRTCയിലെ അവസ്ഥ. അപ്പോൾ ഈ അവസ്ഥയിൽ KSRTCയെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ KSRTC ലാഭത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതിന്റെ ഉത്തരവാദിത്തം ഞാൻ തന്നെ ഏറ്റെടുക്കും എന്ന് പറയുന്ന ഗതാഗത മന്ത്രി. അപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്തം ലാഭത്തിലാണെങ്കിൽ മാത്രം അത് ഗതാഗത മന്ത്രിയുടെ കഴിവുണ്ട്, ക്രെഡിറ്റ് ആണ്. ഈ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന എല്ലാം വകുപ്പിന്റെ അവസ്ഥ കൊണ്ടാണ്. KSRTC ഇപ്പോൾ ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ KSRTCയിൽ ഈ 7 ബസ്സുകളുടെ ഇത് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ മന്ത്രി കൂടെ ആദ്യമേ ഉദ്യോഗസ്ഥർ ഇതിനെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മന്ത്രി പറഞ്ഞത് ഇതിനെതിരെ കർശനമായിട്ടുള്ള നടപടി ഞാൻ എടുക്കും. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറാണെന്ന് ഓർക്കണം. അപ്പോൾ ഇതിനെതിരെ നമ്മൾ കർശനമായിട്ടുള്ള നടപടി എടുക്കും, വണ്ടികൾക്ക് പൈസ ഒന്നും കൊടുക്കത്തില്ല, കർശന നടപടി തന്നെ എടുക്കുമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആരും അറിയാതെ പൈസ എല്ലാം കൊടുത്ത് സെറ്റിൽ ചെയ്ത് കളഞ്ഞ് അങ്ങ് ഒഴിവാക്കി. ഇത് ഉദ്യോഗസ്ഥർ ചോദിക്കുമ്പോൾ നടപടി എടുക്കാതെ പിന്നെ നമ്മൾ ഇതൊക്കെ കുറെ കണ്ടല്ലേ. നടപടി ഇപ്പോൾ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തൂടെ പോയിട്ട് കാശ് കൊടുത്ത് ഓക്കെ എല്ലാത്തിനും നന്ദി എന്ന് പറഞ്ഞ് സെറ്റിൽ ചെയ്ത് പോകുന്നു. അപ്പോൾ ഈ ചേസസ് വാങ്ങിച്ചതിനകത്ത് വലിയൊരു അഴിമതി നടന്നിട്ടുണ്ട്. അതായത് പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള വണ്ടികളിലുള്ള ചേസസിൽ വലിയ അഴിമതികൾ നടത്തിയിട്ടുണ്ട്, കോടികളുടെ അഴിമതികൾ നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതേപോലെ സംഭവിക്കില്ല. ഇപ്പോൾ എത്രയോ വാഹനങ്ങൾ
നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിരത്തിലൂടെ KSRTC അല്ലാതെ ഒരുപാട് വാഹനങ്ങൾ പോകുന്നുണ്ട്. ഈ വാഹനങ്ങളൊന്നും ചേസസ് പൊട്ടുന്നതായിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വഴിയാധാരമായി കിടക്കുന്നതൊന്നും അതെ, ഒരു വണ്ടിയുടെ ഇതുവരെ ഒരു വർഷത്തിനുള്ളിൽ ചേസസ് പൊട്ടിയതായിട്ട് ചരിത്രമൊന്നും, ഒരു വണ്ടി ആക്സിഡന്റ് ഉണ്ടായി പൊട്ടിയാലെങ്കിലും ആയി. പക്ഷെ അല്ല, ഒരു വണ്ടിയുടെ ചേസ് പൊട്ടുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് സമ്മതിക്കാം, ഇത് ആ വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ടായത് കൊണ്ടാണ്. ഇപ്പൊ എന്താണ് സംഭവിച്ചേക്കുന്നത്? 7 വണ്ടികളുടെ ചേസസ് ആണ് പൊട്ടിയിട്ടുള്ളത്. ഇപ്പോഴും വീണ്ടും വെൽഡിങ്ങും ഗ്രൈൻഡിങ്ങും ഒക്കെ ചെയ്ത് പറ്റുന്ന പോലെ കൊണ്ടു നടക്കുന്നുണ്ട്. നാളെ അത് വഴിയാധാരമായി കിടന്നു കഴിഞ്ഞാൽ, വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആര് ഉത്തരവാദിത്തം പറയും? അതെ, ഇപ്പോൾ ഒരുപാട് അപകടങ്ങൾ കൂടുന്ന ഒരവസ്ഥയാണ്. ഇതുപോലെ ഒരു ഡിഫക്റ്റ് ഉള്ള ഒരു ബസ്സിൽ കയറി 10-40 യാത്രക്കാർക്ക് ഒരു അപകടം പറ്റിയാൽ അതിൻ്റെ ക്രെഡിറ്റ് ഗതാഗത മന്ത്രി ഏറ്റെടുക്കുമോ? അതാണ് എൻ്റെ ചോദ്യം. ഗതാഗത മന്ത്രി ഒന്നും ഏറ്റെടുക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഗതാഗത മന്ത്രി ഇനി പറയാൻ പോകുന്നത് ഞങ്ങൾ ഇതിനെതിരെ വലിയ നിയമ നടപടി സ്വീകരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു നോട്ടീസൊക്കെ വേണമെങ്കിൽ അയച്ചെന്നിരിക്കും. അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാനില്ല. ബസ്സുകാർക്ക് കൊടുക്കാനുള്ള പൈസ മുഴുവൻ കൊടുത്തു. ഇനി അവരുടെ കയ്യിലൊന്നും ഈടാക്കാൻ പോകുന്നില്ല. സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് തന്നെ വീണ്ടും പൈസ എടുത്തിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. LDF സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണല്ലോ. ഇനി അതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ പുറത്തു പറയാൻ വഴിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ വലിയ അഴിമതി വീണ്ടും കേരളം കേൾക്കേണ്ടി വരും. അപ്പോൾ അതറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യും. ഇനി വീണ്ടും മൂന്നാമത് വീണ്ടും പിണറായി വിജയൻ സർക്കാരാണ് വരാൻ പോകുന്നതെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഒത്തുതീർപ്പാക്കിവിടും. ആരും അറിയാതെ രഹസ്യമായിട്ട് ഒത്തുതീർപ്പാക്കിവിടും. UDF ആണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിക്കാനുള്ള ഉത്തരവിടും. ഉത്തരവിട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ആരും അറിയാതെ ഇത് സെറ്റിൽ ചെയ്യാനുള്ള എല്ലാ വഴികളും, ഇപ്പോൾ രാഷ്ട്രീയക്കാരാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ സെറ്റിൽമെൻറ്റിലോ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ ചേസസ് വാങ്ങിച്ചതിനകത്ത് അഴിമതി ഇല്ലെങ്കിൽ 7 വണ്ടികളൊന്നും ഇങ്ങനെ കട്ടപ്പുറത്ത് 1-2 കൊല്ലം കൊണ്ട് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. ഒരു വണ്ടിയാണെങ്കിൽ പോട്ടെ, ഇത് 7 വണ്ടികളാണ്. സാധാരണപ്പെട്ട ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള വണ്ടികളാണ്. എത്ര കോടി രൂപയാണ്? ഈ കോടികൾക്കൊന്നും ഇന്ന് വിലയില്ലാത്ത സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. രാവിലെ ഞാൻ അതല്ല ചോദിക്കുന്നത്, നമ്മുടെ ഈ ഒരു ഡ്രൈവറുടെ സ്ഥലത്ത് ഒരു കുപ്പി വെക്കാനുള്ള ഹോൾഡർ പണിയാൻ ഒരു റെഡിയാകാത്ത മന്ത്രി ഈ ചേസസ് നന്നാക്കാൻ എന്ത് നടപടിയാണ് എടുക്കുക? അത് ചേസസ് മാറ്റി വേറെ ഏതെങ്കിലും ചേസ് എടുത്ത് കയറ്റി വെക്കുമോ? ഇത് വലിയ വിഷയമാണെങ്കിൽ കമ്പനിയോട് പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റിൽ ചെയ്ത് തരണം, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞ് കമ്പനി വണ്ടിയുടെ ടെക്നിക്കാലിറ്റീസ് കാര്യങ്ങളെല്ലാം പറയുന്ന മന്ത്രി ഈ ഒരു എഫർട്ട് അല്ല ഡിഫക്റ്റ് നോക്കിയിട്ടില്ലേ? പരിശോധിച്ച് കാണില്ലേ? മന്ത്രിയോട് എല്ലാ വണ്ടികളും ടെസ്റ്റ് ഡ്രൈവ് അടിക്കുന്ന മന്ത്രി എന്തുകൊണ്ട് 7 KSRTC അല്ലെങ്കിൽ സ്വിഫ്റ്റിന്റെ വണ്ടി നോക്കിയില്ല? ഇത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവർക്കെല്ലാം ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഉണ്ടായിരിക്കാം. അപ്പോൾ നമുക്കതേ പറയാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നടപടി എടുക്കണം. പെട്ടെന്ന് തന്നെ ഇവർക്കെതിരെ കേസെടുത്ത് ഇവരെ കൊണ്ട് തന്നെ ഈ പൈസ അല്ലെങ്കിൽ പുതിയ ചേസസ് സംവിധാനം കൊണ്ടുവരാനുള്ള പണി നോക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് തന്നെ ഈ ചേസസ് അത് റെഡിയാക്കാനുള്ള പൈസ ഈ കമ്പനികളിൽ നിന്ന് തന്നെ ഈടാക്കാനുള്ള സംവിധാനത്തിലേക്ക് പോകണം. ഇതിൽ ഞാൻ ആ വാർത്ത കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. മന്ത്രിയോടും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത്തെ മന്ത്രിയോടും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മന്ത്രി പറയുന്നത് നമുക്ക് നോക്കാം, നമുക്ക് ശ്രമിക്കാം, നമുക്കത് പരിഹരിക്കാം, ഇങ്ങനെയാണ് മന്ത്രി പറയുന്നത്. എന്താണ് പരിഹാരം? അത് കട്ടപ്പുറത്ത് കയറ്റി വെക്കുന്നതാണോ പരിഹാരം? കട്ടപ്പുറത്ത് കയറ്റി വെക്കാൻ കട്ട കൊടുക്കുന്ന ഒരു പരിഹാരമാണ്, നമ്മൾ മറന്നു പോകരുത്. ഇപ്പോൾ KSRTCക്ക് ചെയ്യാൻ കഴിയുന്നത് എത്രയോ നല്ല കാര്യമാണ്. തറയിൽ കിടന്നു കഴിഞ്ഞാൽ വെള്ളം കയറി പണ്ടായി പോകുന്നതിനേക്കാൾ നല്ലതല്ലേ 2 കട്ട എടുത്തു വെച്ചിട്ട് കട്ടയുടെ മേലിൽ എടുത്തു വെക്കുവാണെങ്കിൽ അധികം മോശമാകാതെ കുറച്ച് നാളും കൂടെ വേണമെങ്കിൽ കിടക്കും. അത്രയും വലിയ സഹായമൊക്കെ KSRTC ചെയ്ത് കൊടുക്കുന്നില്ലേ? ഇപ്പോൾ KSRTCയുടെ മന്ത്രി ചെയ്ത് കൊടുക്കുന്നില്ലേ? ഒന്നുമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നല്ലോ, ജനങ്ങളുടെ കയ്യിൽ നിന്നുള്ള നികുതി ഇട്ടാണല്ലോ ആ 7 ബസ്സുകൾ വാങ്ങിച്ചത്. അതുകൊണ്ട് ബസ്സുകൾക്ക് പൈസ കൊടുത്തല്ലോ. അതെ, ചേസസ് വാങ്ങിച്ചപ്പോ ചേസസ് പ്രശ്നമുണ്ട്, ആ പ്രശ്ന പരിഹാരം നടത്താതെ പൈസ കൊടുക്കരുത് എന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടും ആ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ നികുതി പണമാണല്ലോ, കൊടുക്കാമല്ലോ, ബസ് കിട്ടിയല്ലോ, ഇനി എന്തു ആവാലോ. അപ്പോൾ ഇതിനകത്ത് എന്ത് അഴിമതി നടന്നിട്ടുണ്ടെങ്കിലും ഇത് ഒരു അന്വേഷണ കമ്മീഷൻ അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഏത് സർക്കാരാണ് വരുന്നതെങ്കിലും ഇത് കൃത്യമായിട്ട് അന്വേഷിക്കണം. ഇതിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ജനങ്ങളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ, വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അന്വേഷിക്കണം.